ജോർജ് പൊടിപ്പാറ, ഈ വിഷയങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ആത്യന്തികമായി ഒരു ഫലം കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങ്? തീർച്ചയായിട്ടും അങ്ങനെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുടെ ഒരു ആകത്തുകയുണ്ടല്ലോ. ആ ആകത്തുകയിൽ ജനം ഒരു വിലയിരുത്തൽ നടത്തും. ഈ സർക്കാർ തുടരുന്നതാണോ, ഈ സർക്കാർ മാറുന്നതാണോ നല്ലത്, ഈ സർക്കാരിൻ്റെ അവകാശവാദങ്ങളാണോ അതോ പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളാണോ കൂടുതൽ യുക്തിസഹം, ഇതിൽ ആരാണ് കുറേ കൂടി മെച്ചപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നത്, ആരെയാണ് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളുക, ആരാണ് യഥാർത്ഥത്തിൽ ജനത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന പോലും ഒരു തിരിച്ചടിയായി മാറുന്നത്. ആരാണ് കൂടുതൽ ജനപക്ഷത്ത് നിൽക്കുന്നത്? ഒരു മുഖ്യമന്ത്രി ഇത്ര അരഗൻ്റായിട്ട് ആ പാർട്ടിയുടെ തന്നെ ഒരു സഖാവിനോട് സംസാരിക്കുമ്പോൾ അത് വളരെ സംയമനത്തോടെ വളരെ സ്വാഭാവികമായി പരിഹരിക്കാവുന്നൊരു വിഷയത്തിൽ പോലും ഔദ്ധ്യത്വത്തിൻ്റെയും അരഗൻസിൻ്റെയും ഒരു ധാർഷ്ട്യത്തിൻ്റെയും സ്വരത്തിൽ മാത്രം സംസാരിക്കുമ്പോൾ അവിടെ ഒരു വലിയ നേതാവ്, ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന, മുന്നണിയെ നയിക്കുന്ന നേതാവിന് തെല്ലും ഔചിത്യമില്ലാതാകുന്നു. ആ പാർട്ടിയെ സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ ക്യൂരിയോസിറ്റിയുടെ, ജിജ്ഞാസയുടെ, ആവേശത്തിൻ്റെ പുറത്ത് ജസ്റ്റ് ഒരു ചോദ്യമുണ്ട് സഖാവേ എന്ന് പറയുമ്പോഴേക്കും അയാൾക്ക് കരണത്തടിക്കുന്ന പോലത്തെ മറുപടി കിട്ടുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന സഖാക്കളുടെ മനസ്സിലും തോന്നില്ലേ എന്തിനാണ് ഇത്രയും കടുപ്പിച്ച് ചോദിക്കുന്നത്? അവിടെയാണ് മുഖ്യമന്ത്രി സ്വയം, അതായത് ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമെന്ന് പറയുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളോട് പോലും ഇത്തിരി മര്യാദയും മനുഷ്യത്വവും കാണിക്കാതെ വരികയും ചെയ്യുമ്പോൾ ഈ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് സാധാരണ മനുഷ്യരൊക്കെ ചിന്തിച്ചു പോവില്ലേ? ഇവിടെ പാർട്ടി സഖാക്കൾ മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ എതിരാളികൾ മാത്രമല്ല, ഇത്തരം കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത, ഇതിനെയൊക്കെ നിഷ്പക്ഷമായി കണ്ട് എവിടെയാണ് നീതി, എവിടെയാണ് മനുഷ്യത്വം? പറഞ്ഞവർക്കും കേട്ടവർക്കും പ്രശ്നമില്ല. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ തമ്പ്രാൻ ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചു. അത് നടപ്പാകുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളോട് എന്താണ് കുഴപ്പം? ഇത് പണ്ടാരോ ചോദിച്ച പോലെ ഞങ്ങളുടെ തല്ലിയ നിങ്ങൾക്കെന്താ, എൻ്റെ കെട്ടിയവൻ എന്നെ തല്ലിയ നിങ്ങൾക്കെന്താ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടല്ലേ? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയ നിങ്ങൾക്കെന്താ സർക്കാർ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ ഇതൊക്കെ ആ മാതിരി ഒരു ചോദ്യം അതല്ല. നമ്മളൊരാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരാകത്തുകയിൽ മുഖ്യമന്ത്രി മാറാൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ പോലെ ഒരാൾ കുറച്ചുകൂടി ഈ പറയുന്ന ജനങ്ങളോട് കുറച്ചുകൂടി ഒരു സ്നേഹവായ്പോടെ പെരുമാറിയാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് എത്രത്തോളം ഉയരും. മറിച്ച് അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്കുകൾ പലതും, അദ്ദേഹത്തിൻ്റെ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, അത് നികൃഷ്ടജീവിയുണ്ട്, പരനാറിയുണ്ട്, ചെറ്റത്തരമുണ്ട്, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരത്തിന് ചേരാത്ത രീതിയിൽ, ഇപ്പോൾ നേരത്തെ മാധു പറഞ്ഞു കടക്കൂ പുറത്ത് എന്നുള്ളത് എത്രയോ മാന്യമായിട്ട് വേറെ രീതി പറയാം. അയ്യോ ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ, ഇതങ്ങനെ എൻട്രി ഉള്ളൊരു സ്ഥലമല്ല എന്ന് അദ്ദേഹം പറയണ്ട. നേരിട്ട് അദ്ദേഹം ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് പറയിച്ചൂടെ? നമ്മളങ്ങനെ എത്രയോ സ്ഥലത്ത് പോയിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ഇത്തരം വാക്കുകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകുന്നു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം, പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് ഇനി ഉള്ളത് ഇൻഹൗസ് ചർച്ചകളാണ്. അവിടെ മാധ്യമപ്രവർത്തകർ ഇരിക്കാൻ പാടില്ല. ഇനി അത് പാർട്ടിയുടെ ഒരു ചർച്ചയാണെന്ന് പറയും. നമ്മൾ സുഖമായിട്ട് എണീറ്റ് പോകാറില്ലേ മധു? അപ്പോൾ ഇവിടെയും അത് പറയാമല്ലോ. മുഖ്യമന്ത്രി തന്നെ എന്തിനാണ് ഈ നേരിട്ടിറങ്ങി ഈ കടക്കൂ പുറത്ത് പോലുള്ള ഈ കഠിന പദങ്ങൾ ഉപയോഗിച്ച് ആളുകളെ വെറുപ്പിക്കുന്നത്? ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതായത് അദ്ദേഹത്തിൻ്റെ മറ്റു കഴിവുകളെക്കുറിച്ചോ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിബറിനെ കുറിച്ചോ ഒന്നും നമുക്കൊരു സംശയമില്ല. പക്ഷേ ഇതെല്ലാം ജനം കാണുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിശേഷിച്ച് ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ക്യാപ്റ്റൻ തന്നെ പാർട്ടിയെ ഒരു ഡിഫൻസിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നില്ല. അത് ജയിക്കുവിനെ പോലെയുള്ള സഖാക്കൾ പോലും സ്വയം ചോദിക്കേണ്ട ചോദ്യം. Debate with Madhu Saji.